കണ്ണൂർ രാഷ്ട്രീയം ചോര കൊണ്ട് ചുവപ്പിച്ച രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിലെ ഒരു ജീവിക്കുന്ന രക്തസാക്ഷി എന്ന് തന്നെ പറയാം. സദാനന്ദൻ മാസ്റ്റർ ഒരു RSS പ്രവർത്തകനായിരുന്നു അദ്ദേഹം. ആ കാലയളവിൽ അദ്ദേഹത്തിൻ്റെ 2 കാലുകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വെട്ടിയെടുത്തതാണ്. മുമ്പ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനായിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹം RSSലേക്ക് വരുന്നത്. അദ്ദേഹം ചെയ്ത കുറ്റം അതാണെന്ന് പറയപ്പെടുന്നു. ഇന്നിതാ അദ്ദേഹത്തിനെ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. എന്താണ് ഇതിലൂടെ BJP അല്ലെങ്കിൽ RSS നൽകുന്ന സന്ദേശം? സന്ദേശം വളരെ വ്യക്തമല്ലേ. അതായത് അർഹിക്കുന്നവർക്ക് ഉള്ള അംഗീകാരം, രണ്ടാമത്തത് അങ്ങനെ അവരുടെ വേണ്ടി വലുതാനിയായവർക്കുള്ള സപ്പോർട്ട്. പൊതുവെ പറഞ്ഞ് കണ്ണൂർ രാഷ്ട്രീയം നന്നായി പഠിച്ചിട്ടുള്ള ആളാണ്, ദിയാക്കമ്മ രാഷ്ട്രീയം. അപ്പോൾ അവിടെ പൊതുവെ ഞാൻ പറഞ്ഞിട്ടുള്ളത് CPM അവരുടെ രക്തസാക്ഷികളുടെ കുടുംബത്തെ വളരെ നന്നായി നോക്കാറുണ്ട്. എന്നാൽ ബലിദാനികളുടെ കുടുംബത്തിന് അത്ര പരിഗണന കിട്ടാറില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അന്ന് അങ്ങനെ ഇൻഫർമേഷൻ കിട്ടുമ്പോൾ ഞാനത് മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യം, CPM-നോട് അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. കേരള ഭരണമുണ്ട്, ഇന്ത്യയിൽ 3 സംസ്ഥാനങ്ങൾ ആദ്യമേ ഭരണമുണ്ട്. അപ്പോൾ ആ സിസ്റ്റത്തിൽ വെച്ചുകൊണ്ട് അവർക്കത് ചെയ്യാൻ പറ്റും. കേരളത്തിൽ RSS എന്ന് BJP എന്ന് വെച്ചാൽ ത്രൈവ് ചെയ്യുന്നൊരു വിഭാഗമായിരുന്നു ആ സമയം. ഒന്ന് അങ്ങേരെ മുതക്കപ്പെട്ടവർ, ആ സമയത്തൊന്നും കേന്ദ്രത്തിലും ഭരണമില്ല, കേന്ദ്രത്തിൽ ഭരണം കിട്ടുമെന്നൊരു പ്രതീക്ഷയില്ല. കേരളത്തിൽ മറ്റു സംസ്ഥാനങ്ങളില്ല. പല സ്ഥലത്ത് അലയൻസിന്റെ ഭാഗമായിട്ടൊക്കെ ജനതാ പാർട്ടിയുടെ ഭാഗം അല്ലെങ്കിൽ മറ്റേ കുറച്ച് ലോക്കൽ ബോഡികളിലൊക്കെ അത്രയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മറ്റേ സംഭവം ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ ജനസംഘം, ഇതിന്റെ സ്ഥലത്തൊക്കെ അധികാരം പങ്കിട്ടിരുന്നു. അത്രയേ ഉള്ളൂ അതിന്റെ കാര്യം. അപ്പം ആ സമയത്ത് അത്രയും അവരുടെ റിസോഴ്സസ് അത്രയേ ഉള്ളൂ. അല്ല, അതിലും കഷ്ടമാണ് കോൺഗ്രസിന്റെ പ്രശ്നം. കേന്ദ്രത്തിലും ഭരണമുണ്ട്, കേരളത്തിലും ഭരണമുണ്ട്. പക്ഷേ കോൺഗ്രസിന്റെ രക്തസാക്ഷികൾ അനുസ്മരണം പോലും നടത്തുന്നുണ്ടെങ്കിൽ സംശയമാണ്. സജിത് അനുസ്മരണം നടത്തുന്നുണ്ട്, നല്ല കാര്യം. ഞാൻ പോയി നല്ലൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട് അവിടെ. സജിത് ലാലിന് ശേഷം അവിടെ കോൺഗ്രസ്സുകാർ കൊല ചെയ്യപ്പെട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. K. സുധാകരൻ കണ്ണൂര് ഒരു എമർജിങ് ലീഡറായിട്ട് വന്നതിന് ശേഷമാണ് അവിടുത്തെ ഈ പറഞ്ഞ കോൺഗ്രസ്സിലെ രക്തസാക്ഷികൾക്ക് എന്തെങ്കിലുമൊക്കെ പരിഗണന കിട്ടി തുടങ്ങിയത്. കോൺഗ്രസിന് അതിനുള്ള ശേഷി ഉണ്ടായിരുന്നല്ലോ, കേന്ദ്രത്തിലുണ്ടായിരുന്നു, കേരളത്തിലുണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ചെയ്തില്ല. അതല്ല എൻ്റെ കാര്യം, ചെയ്തിട്ടില്ല എന്നുള്ളതാ കാര്യം. ഇപ്പം ഞാനൊരു കോൺഗ്രസ് കുടുംബത്തിൽ വന്നുകൊണ്ട് എന്തുകൊണ്ട് പിന്നെ കമ്മ്യൂണിസ്റ്റ് ഉണ്ടായിരുന്നു വളരെ കോൺഗ്രസ് വളരെ ദേഷ്യത്തോട് ചോദിക്കാറുണ്ട്. എൻ്റെ വാപ്പ കോൺഗ്രസ്, എൻ്റെ വല്യാപ്പ കോൺഗ്രസ്, ഉമ്മ കോൺഗ്രസ്, എൻ്റെ പെങ്ങൾ കോൺഗ്രസ്. എടാ, നിങ്ങളുടെ ഈ അമ്മക്കൊന്നും വേണ്ട, നമുക്കൊന്നും നിങ്ങൾ ചെയ്യാം. നമുക്ക് പഠിച്ചാലുള്ള ബുദ്ധിയും ജവഹർലാൽ നെഹ്റു ഉണ്ടാക്കി തന്ന കുറേ സ്കോളർഷിപ്പൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ജീവിച്ചു പോയി പോകും, വിദ്യാർത്ഥി എന്ന രീതിയിലും. അല്ലാതെ പാപങ്ങൾ ഒരുപാടുണ്ട് ഈ പ്രസ്ഥാനത്തിൽ. ആ രമ്യ ഹരിദാസിനൊക്കെ പോലുള്ള അവർ MP ആയതുകൊണ്ട് ഇപ്പോൾ രക്ഷപ്പെട്ടു. അവർക്കൊക്കെ വേണ്ടി എന്തെങ്കിലും ചെയ്യും, അധികാരം ഉണ്ടായി. പിന്നെ ഇവിടെ ഒരു CPM എന്തുകൊണ്ടാണ് BJP-ക്കാരാ ഇപ്പം CPM-മാർ തൊടാത്തത്? കളിച്ച് ഇങ്ങനെ തൊട്ട് അവസാനം BJP-ക്ക് സെൻട്രലിൽ പവർ കൂടിയപ്പോൾ അവരെന്ത് ചെയ്തു? നേരെ കയറി അവിടെയുള്ള മറ്റു സംസ്ഥാനങ്ങൾ ഓഫീസ് അങ്ങ് അടിച്ചു പൊളിച്ചു, ഡൽഹിയിലും അടിച്ചു പൊളിച്ചു. എന്ത് സംഭവിച്ചു പാരോ? ഇപ്പം ഇല്ലല്ലോ. BJP-ൻ്റെ ഓഫീസ് കൊടുക്കുന്നുണ്ടോ? കോൺഗ്രസിന് ഇത് ചെയ്തുകൂടായിരുന്നു, എന്താ ചെയ്തുകൂടാ? അപ്പോൾ കണ്ണൂരുള്ള ബംഗാളില് CPM-കാർ രക്ഷപ്പെടാൻ ഓടി കയറിയത് BJP-യുടെ അതായത് പറഞ്ഞത്. കണ്ണൂർ മലബാറിൽ പാവപ്പെട്ട കോൺഗ്രസ്സുകാർക്ക് തല്ലുകൊള്ളുമ്പോൾ അവർ ഒറ്റ പണി ചെയ്താൽ മതി. ഒരു സുധാകരൻ ഉണ്ടായിരുന്നുള്ളൂ, ഒരു സുധാകരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സുധാകരൻ സ്വീകാര്യത തട്ടിമുട്ടി നോക്കിയിട്ട് ആണൊരുത്തനായ സുധാകരനെ കണ്ടിട്ടുള്ളൂ, ബാക്കിയെല്ലാം പ്രസംഗിച്ചു പോകും. അതാണ് സ്ഥിതി. ഇപ്പം ഇയാൾ കൊല്ലാന്ന് പ്രതിപക്ഷ നേതാവ്, അയാൾക്ക് കുറച്ചുകൂടി ഒരു നമുക്ക് നമ്മുടെ ആളാണെന്ന ഫീൽ ഉണ്ട്. അല്ലാതെ വേറെ അടിച്ചാൽ തിരിച്ചടിക്കണമെന്നൊരു നയമുള്ള, അല്ലാതെ സ്വർഗത്തിൽ നിന്ന് വന്ന ദൈവങ്ങളല്ല, നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്ന ഒരാളാണ് നല്ല ഫീലുണ്ട്. അപ്പം അന്ന് ചെയ്യാമായിരുന്നു. അന്ന് ചെയ്തിരുന്നെങ്കിൽ മലബാറിലൊന്നും കോൺഗ്രസ് ഇന്നത്തെ ഈ അവസ്ഥയിൽ പല സ്ഥലത്തും ഒരു MLA പോലും ഇല്ലാത്ത അവസ്ഥയിലെത്തി. ഞാൻ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടേ? ഇവന്മാർ കോളേജിൽ നിന്ന് പിള്ളേരടിച്ചു കഴിഞ്ഞാൽ ഒരു INTUC-ക്കാണ് തിരിച്ചടിക്കാനില്ല. ഈ അടി കൊണ്ട പിള്ളേരെ വലിയ കേസ് ഭരിക്കുന്ന UDF, എന്നിട്ട് ഈ പിള്ളേർ കേസും കൊണ്ട് നടക്കും. SFIക്ക് ആണെങ്കിൽ അത് കേസുണ്ടെങ്കിൽ ജാമ്യത്തിലെടുക്കാൻ KSRTC-യിൽ ആളുണ്ട്, ഒരു ഒറ്റെടുത്താൻ വരില്ല. അങ്ങനെ സാധനം ഇല്ലാതെ. അപ്പം അങ്ങനെയല്ല RSS ദേ മീൻ എന്നുള്ളൊരു മെസ്സേജാണ് ഇതിൽ. ഫൈറ്റ് ചെയ്യുന്നതല്ല, മാത്രമല്ല അങ്ങനെയുള്ള ആളുകളെ കൃത്യമായിട്ട് അവർ പ്രൊമോട്ട് ചെയ്യുന്നുള്ളത്. അപ്പോൾ ആദ്യ ഘട്ടത്തിൽ ആരെയും കൈവിട്ടില്ല, ആരെയും കൈവിടില്ല എന്നുള്ള മെസ്സേജായി. ഇപ്പോൾ അത് കൃത്യമായി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നോക്കിപ്പോൾ BJP-ക്ക് അല്ലാത്ത എന്തുണ്ടാ? അതന്നെ കാര്യം. ഇത് കോൺഗ്രസിന് ചെയ്യാൻ വേണ്ടി ചെയ്തില്ല, അതാണ് സംഭവം. എന്ത് കൂളായി ചെയ്യാമായിരുന്നു. ഡൽഹിയിലൊക്കെ കോൺഗ്രസ് എന്താ തനി ഗുണ്ടാ സെറ്റപ്പാണ്. ഗുണ്ടാ സെറ്റപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ഇയാളില്ല, സഞ്ജയ് ഗാന്ധി ഉണ്ടാക്കി വെച്ച സെറ്റപ്പാണ്.
ഒന്ന് അവിടെ വരെ പോയാൽ പോരായിരുന്നു. ജഗദീഷ് ടൈറ്റ്ലറും അങ്ങനെയൊക്കെ ഉള്ളവർ അവിടെ വലിയ കിരീടം വെക്കാത്ത അവിടെ ബി ജെ പി ഇത്രയും ഗുണ്ടാ സെറ്റപ്പ് അല്ല. അവിടുത്തെ കോൺഗ്രസ് ഒരു കാലത്തുണ്ട് താനി ഗുണ്ടാ സെറ്റപ്പ് ആയിരുന്നു. ഒന്ന് അവിടെ വരെ പോയാൽ പോരായിരുന്നു, ഗൺ മാർക്കറ്റ് വരെ പോയാൽ പോരായിരുന്നു. പോയില്ലല്ലോ. പകരം അടി കൊണ്ടത് നമ്മളെയൊക്കെ കുടുംബത്തിലെ പിന്നെ കോൺഗ്രസ്സുകാരാണ്. പോലീസ് സ്റ്റേഷനിൽ പോയാലും കിട്ടുമോ? ഇല്ല. ഞാൻ എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ആയെന്ന് ചോദിച്ചാൽ ഇവന്മാരെ സ്ഥിതി ഇതാണ്. പിന്നെ അന്ന് കുറച്ചുകൂടി നമ്മൾ വായിക്കുന്നൊക്കെ സമയത്ത് ആ ഒരു ഏജിൽ നമ്മൾ അട്രാക്ട് ചെയ്യുന്ന ഈ EMSന്റെ ഭയങ്കര ഫാനാണ് ഞാൻ അന്നും ഇന്നും. അന്നും ഇന്ന് ഞാൻ P ജയരാജൻ്റെ വലിയൊരു ഫാനാണ്. ഇതെല്ലാം കൊണ്ടാണ് ഞാൻ പിന്നെ ലെഫ്റ്റിലോട്ട് വന്നത്. പിന്നെ അത് ഒരു ഘട്ടമെത്തിയ സമയത്ത് പിന്നെ നമ്മൾ ആ സംഘടന ഭരണപക്ഷത്തിരിക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, പ്രതിപക്ഷത്തിരിക്കും നമ്മൾ സപ്പോർട്ട് ചെയ്താൽ മതി. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ രീതിയിൽ പോകണേ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ ലെഫ്റ്റ് തന്നെയാണ്, മനസ്സിലായില്ലേ? അത് വേറൊരു സംഭവം ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് ഒരു മെസ്സേജാണത്. ആ മെസ്സേജ് ഇനി പല സ്ഥലത്തും കൊള്ളും. ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. സദാനന്ദൻ മാസ്റ്റർ അതിലൊരു തുടക്കക്കാരൻ മാത്രമേ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. സദാനന്ദ മാഷ് എനിക്കറിയാം. ഞാൻ മാഷ് 1-2 പരിപാടിയൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. മാഷ് വളരെ പാവമായിട്ടുള്ള കൂളായിട്ടുള്ളത്. ഞങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. വിയോജിക്കുമ്പോൾ പോലും നമുക്ക് മാഷ് ആക്രമിക്കാൻ വളരെ മാന്യമായി മാന്യമായി പെരുമാറുകയും ചെയ്യുന്ന ഒരു നല്ല രാഷ്ട്രീയ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. എനിക്കറിയില്ല അദ്ദേഹത്തിന് ഇത്രയും പ്രശ്നമുള്ള കാര്യം. എൻ്റെ തൊട്ടടുത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരാളാണ് മാഷ്. മാഷ് മാത്രമല്ല, മാഷ് വിനയമുള്ള ഒരാളാണ്. ഞാൻ തൃശ്ശൂർ ഏതൊരു പ്രോഗ്രാമിന് നവോത്ഥാനം എന്തൊരു വിഷയം. അപ്പോൾ ഞാൻ മാഷുണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു. അപ്പോൾ മാഷ് എന്നൊക്കെ നവോത്ഥാനത്തെ പറ്റി വേറൊരു കോൺസെപ്റ്റാണ്. ഞാൻ അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഒരു സയന്റിഫിക് വ്യൂ പറഞ്ഞു. മാഷ് അവിടെ നിന്ന് നോട്ട് ചെയ്തെടുക്കും. ഞാൻ നോക്കും അങ്ങനെയാണ് മാഷ്. അപ്പോൾ അങ്ങനെയുള്ള അതൊക്കെ ഈ ശാഖകളിൽ നിന്ന് പഠിക്കുന്ന ചില രീതികളാണ്. കാരണം നമ്മളെപ്പോഴും ആശയം കൊണ്ട് തന്നെ നേരിടണം എന്നൊരു അതെ. പിന്നെ അത് കഴിഞ്ഞ് മാഷ് അതേപോലെ എന്നോട് ചോദിക്കുകയും ഗോപാലകൃഷ്ണൻ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഗോപാലകൃഷ്ണൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇവരൊക്കെ ഒരു ഗുണം അതാണ്. അപ്പോൾ അതൊരു മെസ്സേജാണ്. അപ്പോൾ ആദ്യം ഇവർ പിന്നെ രാജ്യസഭയിലേക്കൊക്കെ എടുത്തിരുന്നത് ഒന്നെങ്കിൽ ഫസ്റ്റ് ഇവിടുന്ന് പോയത് നമ്മളെ അൽഫോൻസ് കണ്ടെത്താനല്ലേ? അല്ല, രാജഗോപാലാണ് ആദ്യമായിട്ട് രാജേട്ടനാണ് ആദ്യം പോയത്. പിന്നെ പോയത് അൽഫോൻസ് അല്ലേ? മുരളിയോ? അൽഫോൻസ് അല്ലല്ല, രാജേട്ടന് ശേഷം പിന്നീട് അൽഫോൻസ് ആണ്. അൽഫോൻസിസം മുരളി പോകുന്നു. അങ്ങനെ പിന്നെ ഇപ്പം ഇയാൾ പോകുന്നു, നമ്മുടെ കുര്യൻ പോകുന്നു. അങ്ങനെ ജോർജ് കുര്യൻ പോകുന്നു. അങ്ങനെ ഒരു കോമ്പിനേഷനിലാണ് പോകുന്നത്. അപ്പോൾ ഇതിൽ ആ രീതിയിലുള്ള ഒരു രക്തസാക്ഷിക്കോ അയാളുടെ കുടുംബത്തിനോ ജീവിക്കുന്ന രക്തസാക്ഷിക്കോ കിട്ടുന്ന ആദ്യത്തെ റെക്കഗ്നിഷനാണ്. ഇനി ഈ പാറ്റേൺ ആണ് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. കാരണം ഈ അൽഫോൺസും കുര്യനും വന്നാൽ ആ സമുദായത്തെ ഇതിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ആ വലിയ അളവ് സക്സസ്ഫുള്ളാണ്. അത് കാസേൻ്റെ സപ്പോർട്ട് കൊണ്ടൊന്നല്ല. ജോർജ് കുര്യൻ വളരെ ചെറുപ്പം തൊട്ടേ ABVP-യിലൂടെ വളർന്നു വന്ന ഒരാളാണ്. പക്ഷേ ഈസ് എ മലയാളി BJP ആക്ടിവിസ്റ്റ് ലീഡർ, മനസ്സിലായില്ലേ? അപ്പൊ മറ്റൊരു സംസ്ഥാനത്താണ്. ഡൽഹിയിൽ ഒരുപാട് നാൾ ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവർക്കും അതിലുപരിയായിട്ട് അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ BJP-യിൽ. ഇപ്പൊ സുരേന്ദ്രനൊന്നും കിട്ടിയില്ലല്ലോ ഇതുവരെ. അപ്പൊ എന്തുകൊണ്ട് കുര്യൻ വരുന്നത് വെച്ചാൽ അതൊരു ഒരു മെസ്സേജാണ്. ആ സുരേഷ് ഗോപിന്റെ വിജയത്തിന്റെ പകരമായി നമ്മൾ അത് പറയാൻ വിട്ടുപോയി. അൽഫോൺസ് കണ്ണന്താനത്തിന് മുമ്പേ MP ആയ ആള് സുരേഷ് ഗോപിയാണ്. നോമിനേറ്റഡ് രാജ്യസഭയിലേക്ക്, ലോക്സഭയിലാണ്. അല്ല, അത് ജയിച്ചു വന്നത് ഞാൻ നോമിനേഷൻ ആയിരുന്നു. ജയിച്ചു വന്നത് അദ്ദേഹമാണ്. പിന്നെ അതിന്റെ മുമ്പ് NDA സ്ഥാനാർത്ഥിയായിട്ട് നമ്മളെ PC തോമസ് അല്ലേ? PC തോമസ് ജയിച്ചു വന്ന ആള്. അതിനുശേഷം BJP താമരയിൽ ജയിച്ച ആളാണ് സുരേഷ് ഗോപി. NDA ജയിച്ച ആളാണ്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഇപ്പൊ കുര്യൻ ഒരുപാട്, അപ്പൊ സുരേന്ദ്രനൊന്നും ജയിച്ചിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ കുര്യന് കൊടുക്കാൻ ഒരു കാരണം വെച്ചാൽ സുരേഷ് ഗോപിന്റെ വിജയം ഒരു കൃത്യമായിട്ടുള്ള ഒരു മെസ്സേജ് ആയിരുന്നു ആ കമ്മ്യൂണിറ്റി എന്നുള്ളത്. കാരണം അതിൽ വലിയ തോതിൽ ക്രിസ്ത്യൻ വോട്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ പണ്ട് ഈ ഇലക്ഷന് മുമ്പ് പല സ്ഥലത്തും വന്ന പല ആളുകൾ എന്നോട് ചാടാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇലക്ഷൻ റിസൾട്ട് വെയിറ്റ് ചെയ്യും. എന്നോട് അച്ചായൻ വന്നാണ് പക്വത്തിൽ ക്രിസ്ത്യാനികളെ പറ്റി ഒന്നും അറിയില്ല. ഞാൻ പറഞ്ഞു ഞാൻ ക്രിസ്ത്യൻ കോളേജുകളിലാണ് പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളെപ്പോലുള്ള ബുദ്ധിരാഷ്ട്ര സമാന ക്രിസ്ത്യാനികൾ എനിക്ക് പരിചയമുണ്ട്. നിങ്ങൾ ഇലക്ഷൻ റിസൾട്ട് നോക്കും. റിസൾട്ട് വരും ക്രിസ്ത്യൻ മേഖലയിൽ സുരേഷ് ഗോപി. അപ്പോൾ അതിന് ആ ഒരു റെസ്പോൺസിന് കിട്ടിയിട്ടുള്ള ഒരു അംഗീകാരം കൂടിയാണ് കുര്യൻ്റെത്. പക്ഷെ കുര്യൻ വന്നതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ സുരേഷ് ഗോപിക്ക് ഈ തിരക്കിൻ്റെ ഇടയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതും കൂടി കുര്യൻ അവിടെ നിന്ന് ചെയ്യുന്നുണ്ട്. സുരേഷ് ഗോപി മണ്ഡലം നന്നായി നോക്കുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഒരുപാട് തിരക്കുകളുണ്ട്. അതിൻ്റെ കുര്യൻ അവിടെ നിന്ന് ഡൽഹിയിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചിട്ടയായി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി അത് ആ ഒരു രീതിയിൽ അപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയായിട്ട് ഈ BJP-ക്കാരെ അടുപ്പിക്കാൻ ഇനി വേറൊന്നിൻ്റെ ആവശ്യമില്ല. നേരിട്ടൊരു ബന്ധം വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ കുറേ മുസ്ലിം വിരോധമൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ട് ഒരു നേരിട്ടുള്ള ബന്ധം ആയിട്ട് വന്നിട്ടുണ്ട്. ടോക്കിംഗ് ടേംസിലായിട്ടുണ്ട്. ഇനി എനിക്ക് തോന്നുന്നു വിജയ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ സദാനന്ദ മാഷ. ഇനി ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം നിങ്ങൾക്ക് സംഘമായിട്ട് കൂടുതൽ ബന്ധമുള്ളതായ സദാനന്ദ മാഷ ഒരാളാണ്. ഇങ്ങനെയുള്ള ജീവിക്കുന്ന നൂറുകണക്കിന് സദാനന്ദൻ മാസ്റ്റർമാർ കണ്ണൂരുണ്ട്, ഒരുപാടുണ്ട് പല മേഖലയിലും. അപ്പം അങ്ങനെയുള്ള ആളുകളെ കൂടുതൽ ഈ ഫോക്കസ് ചെയ്യാൻ ഉള്ള സാധ്യത ഞാൻ കാണുന്നു. CPM ഓൾറെഡി ചെയ്തിട്ടുണ്ട്.
ഇപ്പം പി ജയരാജനാണെങ്കിലും അല്ല, ഇതിലൂടെ ഒറ്റ ചോദ്യം, ഒരു കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞതുപോലെ ഒരു കമ്മ്യൂണിസ്റ്റ് മുക്ത കേരളം എന്നൊരു സന്ദേശമാണോ ഇതിലൂടെ? അങ്ങനൊന്നുമില്ല, അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. കമ്മ്യൂണിസ്റ്റ് മുക്ത കേരളം, കോൺഗ്രസ് മുക്ത ഇന്ത്യ എന്നുള്ള അവരൊരു അല്ല ഓളത്തിന് വേണ്ടി പറഞ്ഞത് എനിക്ക് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് ഉദ്ദേശിച്ചത് ഭരണത്തിൽ നിന്ന് കോൺഗ്രസിനെ കോൺഗ്രസ് ഇത്രയും കാലം ഭരിക്കുമ്പോൾ അതിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള ഒരുപാട് തെറ്റായ പ്രവണതകൾ ഉണ്ടായിരുന്നു. അതിൽ നിന്നുള്ള മോചനം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഇവിടെയും അത് തന്നെയാണ്, ഒരു കമ്മ്യൂണിസ്റ്റ് മുക്ത കേരളം എന്ന് പറയുമ്പോൾ ആ തെറ്റായ പ്രവണതകളെ മാറ്റി നിർത്താൻ തെറ്റായ താരതമ്യേന കുറവാണ്. പൊതുവേ ഉള്ള ഈ പറഞ്ഞ കേഡർ പാർട്ടിയുടെ ഗുണ്ടാപ്പോൾ പിന്നെ എന്താ പറയുക, ഈ പറയുന്ന മുഷ്കുന്റെ രാഷ്ട്രീയം അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ, ട്രേഡ് യൂണിയനിസം വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ കുറച്ച് അഹങ്കാരം വന്നിട്ടുണ്ട് ഇപ്പോൾ അടുത്ത കാലത്ത്. അതൊക്കെ ഒന്ന് അത് സ്വാഭാവികമായിട്ട് കുറയും. ഒരു CPM മുക്ത കേരളം ഒന്നും നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. BJP അതിൻ്റെ ഇടയിൽ കയറി വരും. ചിലപ്പോൾ 3 കക്ഷി സംവിധാനത്തിലേക്കും പോകാൻ മതി. അത്ര എളുപ്പം കോൺഗ്രസിനെ ഡിസ്പേസ് ചെയ്യാനും പറ്റില്ല. ഈ തവണ അധികാരത്തിൽ വന്നാൽ കോൺഗ്രസിന് എളുപ്പം വിടാൻ പറ്റില്ല. ഈ തവണ അധികാരത്തിൽ വന്നിട്ടില്ല പിന്നെ കോൺഗ്രസ് നോക്കണ്ട. അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. അതന്നൊരു ഓളത്തിന് കോൺഗ്രസ് മുക്ത കേരളം എന്ന് പറഞ്ഞു, അത് പിന്നെ BJP-ക്കാർ ഏറ്റു പറഞ്ഞു, ഇവിടെ കോൺഗ്രസ് ഏറ്റുപിടിച്ച് കരഞ്ഞു എന്നല്ലാതെ അതിലൊന്നും കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത് BJP-യെ സംബന്ധിച്ച ഒരു മൊറൈൽ ബൂസ്റ്ററാണ്. ഇപ്പോൾ പുതിയ ലീഡർഷിപ്പ് വരുന്നു, അതിന് കൂടെ ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾക്ക്, സാധാരണ ഭാഷ പോലുള്ള ആളുകൾക്ക് അംഗീകാരം കിട്ടുന്നു. ഇതെല്ലാം കൂടി അനുയായികൾ, പാർട്ടിക്ക് വേണ്ടി, സംഘടനയ്ക്ക് വേണ്ടി, ആശയത്തിന് വേണ്ടി ത്യാഗം ചെയ്തവര് ഈ പ്രസ്ഥാനം മറക്കില്ല, അവർക്ക് അർഹിക്കുന്ന പരിഗണന കിട്ടും എന്ന വളരെ കൃത്യമായ. ഞാൻ പലപ്പോഴും ഇവരെ കണ്ണൂർ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ നിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട്. CPM-ന്റെ രക്തസാക്ഷികളുടെ കുടുംബങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നു, ജോലി കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്ന് അത്ര നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇത് വലിയൊരു മെസ്സേജ് തിരിച്ചു വന്നു. ഇപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഒരു മെസ്സേജ് അവർ തിരിച്ചു തരികയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.